കാശടിച്ച് മാറ്റില്ലേടാ. മിസ്സിസ് മാധുരി, എനിക്ക് ആവശ്യമില്ലാത്ത ഐഡിയ ഒന്നും തരല്ലേ. ഹേ ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ബീച്ച്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ മമ്മൂട്ടി ചേട്ടൻ്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ്. നമ്മുടെ ഇഷ്ട ഡയറക്ടർ, നമ്മുടെ അല്ല എൻ്റെ ഇഷ്ട ഡയറക്ടർ ഗൗതം വസുദേവ് മേനോൻ, നമ്മുടെ ധ്രുവ നക്ഷത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഗൗതം വസുദേവ് മേനോൻ ആണ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത്. സോ അധികം മത്സരങ്ങളില്ലാതെ നേരെ റിവ്യൂലോട്ട് കിടക്കാം. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ആദ്യം ഒരു 1-2 നെഗറ്റീവ്സ് പറയും. കാരണം ഈ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഈ സിനിമ. അപ്പോൾ നെഗറ്റീവ്സാണ് കുറച്ച് പറയാനുള്ളത്, അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു നിർത്താൻ അങ്ങനെ കഴിയുമല്ലോ. സോ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണ്, ഈ സിനിമയിൽ കുറച്ച് ക്ലീഷ്യ സീൻസ് ഉണ്ട്, ഒരു 5-6 സീൻസ്. അതായത് ഇപ്പോൾ എന്ത് സംഭവിക്കും, ഈ സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സീനുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ക്രിഞ്ചടിക്കുമല്ലോ, അങ്ങനെ എനിക്ക് കുറച്ച് സ്ഥലത്തടിച്ചു. പിന്നെ കുറച്ച് ആക്ടേഴ്സ് അതായത് ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സിൻ്റെ കുറച്ച് ഓവറായിട്ട് തോന്നി. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ അനാവശ്യമായിട്ട് ഒരു പാട്ടിനില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു പാട്ടൊക്കെ കൊണ്ടുവന്നത് അത് എനിക്ക് ഇത്തിരി അനാവശ്യമായിട്ട് തോന്നി. അതായത് മമ്മൂട്ടിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല നമുക്കറിയാം, എന്നിട്ട് ആ മനുഷ്യനെ കൊണ്ടൊരു അവർക്കൊരു കളിപ്പിക്കൽ എൻ്റെ ആവശ്യം ശരിക്കുണ്ടോ? ഇല്ല, അങ്ങനൊരു കളിപ്പിക്കലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ ഈ സിനിമയെ പറ്റി എനിക്ക് നെഗറ്റീവ് പറയാനായിട്ട്. ദാറ്റ്സ് ഇറ്റ്. ഇനി പടത്തിന് പറ്റി പോസിറ്റീവ്സ് പറയാം. ടെക്നിക്കൽ സൈഡ് വാസ് അമേസിങ്. അതായത് ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കാണിക്കുന്ന കാര്യങ്ങളും അങ്ങനെ മൊത്തത്തിൽ പടം അടിപൊളി എൻ്റെ ഒരു ഒപ്പീനിയനിൽ. കാരണം ഈ പടത്തിൻ്റെ ഒരു ട്വിസ്റ്റ് അതായത് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ. അത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പടം അടിപൊളിയായിരിക്കും. കാരണം അത്ര വലിയ സംഭവം, ഒരു ഭയങ്കര ട്വിസ്റ്റ്, വലിയ പടം ഒന്നുമല്ല. നോർമൽ ഫീൽ ഗുഡ് ഇൻവെസ്റ്റിഗേഷൻ മൂവി. ഇതിൽ 1-2 ഫൈറ്റ് ഉണ്ട്, കുറച്ച് അധികം ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഒരു അടിപൊളി ട്വിസ്റ്റും ഉണ്ട്. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ട്വിസ്റ്റൊക്കെ വേണമല്ലോ, എന്നാലല്ലേ കാണുന്നവർക്കും ഇതൊക്കെ ഒരു രസമുള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരു മലയാള സിനിമയായിട്ട് ഇതിൻ്റെ സാദൃശ്യം തോന്നി. അങ്ങനെ കണക്ട് ചെയ്തതിൻ്റെ ട്വിസ്റ്റ് ചെറുതായിട്ട് ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. എന്നാലും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അതായത് ആ ഒരു പ്രത്യേകതയുള്ളൊരു ഡയറക്ടറാണല്ലോ ജീവിതം നമ്മുടെ. പിന്നെ ഡയറക്ടേഴ്സ് ക്യാമിയോ ഉണ്ട് ഈ പടത്തിൽ. GVM മൈൻഡോട്ടി ബോയ് ആള് ചെറിയൊരു സീനിൽ മുഖം കാണിക്കുന്നുണ്ട്, നമ്മുടെ ബേസിൽ ജോസഫൊക്കെ ചെയ്യുന്ന പോലെ അറിയാലോ. പക്ഷേ അത് അത്ര വലിയ മോശം സീനൊന്നുമല്ല, ചെറിയൊരു സീനിൽ വന്ന് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ബസൂക്കയിലായാലും ആളുടെ പൂണ്ടുകളായിട്ടാണ് കാണാൻ പോകുന്നത് GVMൻ്റെ. അത് മലയാളത്തിലെ സിനിമകളൊക്കെ പൊതുവെ ചെയ്യുന്നതാണ്, എന്നാലും അറിയാലോ. പിന്നെ എടുത്തു പറയേണ്ടത് മമ്മൂക്ക. മോനെ കൂടൂല വേറൊരാൾക്കും, അമ്മാരും മനുഷ്യനാണെങ്കിൽ ഈ വ്യത്യസ്തതയിൽ നിന്ന് വ്യത്യസ്തതയിലോട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മമ്മൂക്ക എന്ന് പറയുന്നത്. ജാതി അല്ലെങ്കിൽ വേറെ ആര് ചെയ്യൂടെ ഇങ്ങനത്തെ ഒരു പാടമൊക്കെ സീനിയറായിട്ട്. ഞാൻ ആരും പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇവിടെ വ്യത്യസ്ത കുട്ടികൾക്ക് ഇറക്കുന്ന സിനിമ എന്നൊന്നും പറഞ്ഞ് ഇറക്കിയിട്ട്, കുട്ടികൾക്ക് ഇറക്കിയ സിനിമ ഞാൻ കൂട്ടിയിട്ട് ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ 3 മണിക്കൂർ സോ സാഡ്. അതൊന്നും പറയാനില്ല. അങ്ങനത്തെ വ്യത്യസ്തത ചെയ്യാണ്ട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന പോലത്തെ വ്യത്യസ്തകൾ ചെയ്തിട്ട് ഈ മനുഷ്യനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. അത് ഈ മനുഷ്യൻ ഇതിൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ഹൗസ് വിച്ച് ഗീവ്സ് ക്വാളിറ്റി പ്രോഡക്ട്സ് എവറി ടൈം, ഈച്ച് ആൻഡ് എവറി ടൈം. കാരണം മമ്മൂട്ടി കമ്പനി വേറെ ഒരു ആക്ടറിൻ്റെയും സിനിമ പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഇത് വെൽഫെയർ, അതായത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ ഹൗസും ഉണ്ട്. 2 പേരും കൂടി ഒരുമിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത്ര വലിയ ബഡ്ജറ്റൊക്കെ ആകുമെന്ന് ചോദിച്ചാൽ അത് കുറേ കൊച്ചി കാണിക്കുന്നുണ്ട്, പിന്നെ മൂന്നാർ, പിന്നെ നാഗർകോവിൽ, പിന്നെ ലാസ്റ്റ് ഒരു ഇതുണ്ട്. അത് പറഞ്ഞാൽ പിന്നെ സ്പോയിലാവും എന്താണെന്നറിയില്ല. പക്ഷെ വിനീത്, കുറച്ച് ആൾക്ക് ശേഷം വിനീതിൻ്റെ ഒരു നല്ല, പിന്നെ സിദ്ദിഖിൻ്റെ ഒരു സീനുണ്ട്. മോനെ ചുമ്മാ സീൻ. അതായത് ഓരോ സിനിമയിലും ഈ സിദ്ദിഖ് എന്ന ആക്ടറിൻ്റെ പൊട്ടൻഷ്യലി പലർക്കും അറിയില്ല. അതായത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പലർക്കും അറിയില്ല സിദ്ദിഖ് എന്ന ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ. അത് പരമാവധി ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ സിദ്ദിഖ് വിൽ ഗിവ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇസ് ആൻ എബവ് ആവറേജ് മൂവി വിത്ത് normal Mammootty things and just an investigation with yeah, that's it.
അത്രേ ഉള്ളൂ എനിക്ക് സിനിമേനെ പറ്റി പറയാം. സിനിമേനെ ഒരു 10 7.8 കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സും ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ലടേ. പടം നമ്മളൊരു ഒരിക്കലും അങ്ങോട്ട് തീർക്കും. അങ്ങനെ നമുക്കൊരു നിർവൃത്തിയാണ് ഒരു നല്ല പടം കണ്ടതിൻ്റെ ഒരു സുഖം ഉണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.